നമസ്കാരം. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. താരത്തിന് നിരവധി ആരാധകരാണുള്ളത്. അതേസമയം തന്നെ മഞ്ജുവിന്റെ ജീവിതം മലയാളികൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. താരത്തിന്റെ പ്രണയവും വിവാഹവും എല്ലാം ചർച്ചാ വിഷയമായി തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമാവാറുണ്ട്. മലയാള സിനിമാ ലോകത്ത് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ നടിയാണ് മഞ്ജു വാര്യർ. ഭദ്രയായും ഭാനുവായും കാവ്യ ഭഗവതിയായും പിന്നെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി അത്യുഗ്രൻ കഥാപാത്രങ്ങളായും ഒരു കാലത്ത് വിസ്മയിപ്പിച്ച മഞ്ജു വാര്യർ അന്നും ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരം തന്നെയാണ്. 90കളിൽ മഞ്ജു വാര്യർ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമായിരുന്നില്ല. പിന്നീട് തിരിച്ചുവരവിലും മികച്ച കഥാപാത്രങ്ങളുടെ മലയാളികളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മലയാള സിനിമയിലെ ഏക ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നടി കൂടിയാണ് മഞ്ജു. ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ അഭിനേതാക്കളിൽ ഒരാൾ കൂടിയാണ്. ആദ്യമായി അഭിനയിച്ച സിനിമ സാക്ഷ്യമാണെങ്കിലും നായികയായത് സല്ലാപത്തിലാണ്. പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞു. അന്നത്തെ കാലത്ത് എല്ലാ വലിയ പ്രൊജക്ടുകളിലെയും നായിക വേഷത്തിലേക്ക് എല്ലാവരും നിർദ്ദേശിച്ചിരുന്ന ആദ്യ പേര് മഞ്ജുവിന്റേത് തന്നെയായിരുന്നു. സിനിമയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് 1998 മഞ്ജു വാര്യർ നടൻ ദിലീപിനെ വിവാഹം കഴിക്കുന്നത്. എന്നാൽ ഈ വിവാഹബന്ധം ദീർഘകാലം നീണ്ടു നിന്നില്ല. 2024 ഇരുവരും വിവാഹമോചിതരായി. താൻ മാനസിക പീഡനം നേരിടുന്നു എന്നാണ് വിവാഹമോചന ഹർജിയിൽ ദിലീപ് ആരോപിച്ചിരുന്നത്. എന്താണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും വിവാഹ ജീവിതം തകരാനുള്ള കാരണമെന്നത് ഇരുവരും ഇതുവരെ പരസ്യമായി പറയാൻ തയ്യാറായിട്ടില്ല. വിവാഹമോചിതയായ ശേഷം സിനിമയിലും നൃത്തത്തിലും മഞ്ജു വാര്യർ സജീവമായി. ദിലീപ് ആകട്ടെ കാവ്യമാധവനെ വിവാഹം കഴിച്ച് ജീവിക്കുന്നു. ദിലീപും മഞ്ജുവും വേർപിരിയാനുള്ള കാരണം കാവ്യമാധവനാണ് എന്ന് ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച് ദിലീപ് വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും വൈറലാവുകയാണ്. ദിലീപിന്റെ ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനത്തിനും ഇടയാക്കുന്നുണ്ട്. അഭിമുഖത്തിൽ ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കാവ്യയുമായി ചേർത്ത് ആളുകൾ ഓരോന്ന് പറയുമ്പോൾ മഞ്ജുവിന് സങ്കടം തോന്നിയിട്ടുണ്ടാകാം. അവൾ ആളുകൾ ഓരോന്ന് പറയുമ്പോൾ പറഞ്ഞോട്ടെ, അതിലൊന്നും കാര്യമില്ല എന്നാണ് താൻ പറയാറുള്ളത്. ഭാര്യ മാത്രമല്ല, തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയാണ് മഞ്ജു. പലരും പറഞ്ഞിട്ടുള്ളത് മഞ്ജുവിനെ താൻ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചു എന്നാണ്. പൊസസീവ് ആകുന്നത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ആ സ്വഭാവത്തിൽ താൻ മാറ്റം വരുത്തി. മഞ്ജുവിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ഡാൻസ് പഠിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ നിന്റെ ഇഷ്ടം എന്നാണ് ഞാൻ പറഞ്ഞത്. സ്കൂൾ കഴിഞ്ഞയുടൻ സിനിമയിലേക്ക് വന്നയാളാണ് മഞ്ജു. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ എനിക്ക് ചിലപ്പോൾ ജോലി തിരക്ക് കാരണം സാധിച്ചെന്ന് വരാറില്ല. നാളെ മഞ്ജു സിനിമ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ അതും ഞാൻ എതിർക്കില്ല എന്നാണ് ദിലീപ് പറഞ്ഞത്. മഞ്ജുവിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ ദിലീപിന് എന്താണ് അധികാരമെന്നാണ് സോഷ്യൽ മീഡിയ ഈ ഒരു അഭിമുഖം വൈറലായതോടെ ഉന്നയിക്കുന്ന ചോദ്യം. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി കൊടുക്കാനോ സ്വാതന്ത്ര്യം എന്ന ചോദ്യം ഉയരുന്നു. ചില സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യം കൊടുക്കാൻ ഇയാൾ ആര്, ബ്രിട്ടീഷുകാരോ? മഞ്ജുവിന്റെ സ്വാതന്ത്ര്യം ഇയാൾക്ക് അടിയറ വെച്ചിരുന്നു, കൊള്ളാലോ. ഇപ്പോൾ കാവ്യയ്ക്കും ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ദിലീപ്. കെട്ടിയതിനു ശേഷം സിനിമയിൽ വെച്ചടി കയറ്റമാണ്, പക്ഷേ മഞ്ജുവിന് ആണെന്ന് മാത്രം. മഞ്ജുവിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡീലർ ആയിരുന്നു ദിലീപ്. എത്രത്തോളം കൊടുക്കാം, കൊടുക്കേണ്ട എന്നത് ഡീലർമാരുടെ അവകാശമല്ലേ? കാവ്യമാധവൻ സഹോദരിയെ പോലെയാണെന്ന് പറഞ്ഞ ടീമല്ലേ ദിലീപ് എന്നാണ് പറയുന്നത്. കഷ്ടം, മഞ്ജുവിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. എന്താ മഞ്ജുവിന്റെ സ്വാതന്ത്ര്യം ദിലീപിന്റെ കയ്യിലാണോ? എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും അത് അങ്ങോട്ട് ഏൽക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങളും മഞ്ജു ചേച്ചിയും പിരിഞ്ഞതെന്ന് അറിയില്ല. അങ്ങനെ അറിയാത്ത ജനങ്ങളോട് ഇതുപോലത്തെ എന്ത് വന്ന് പറഞ്ഞാലും എന്ത് പ്രയോജനം? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടയിൽ ഉള്ള സ്വകാര്യതയാണെന്ന് രണ്ടാളും പറയുമ്പോൾ ഇവിടെ പറഞ്ഞ കാര്യവും സ്വകാര്യതയല്ലേ? അത് നിങ്ങളിൽ തന്നെ നിൽക്കട്ടെ. ഇത്രയും വലിയൊരു ചതി മഞ്ജുവിനോട് ചെയ്ത ദിലീപിനെയും കാവ്യയെയും പിന്തുണയ്ക്കുന്നവരോട് ഈ ഒരു അവസ്ഥ നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ പ്രതികരിക്കുമോ? തെറ്റെപ്പോഴും എന്തൊക്കെ തോരണം കൊടുത്താലും തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് മഞ്ജുവിന് 2 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനവും ദിലീപിൽ നിന്ന് മോചനം കിട്ടിയ ദിവസവും. പരസ്പരം ചെളിവാരി എറിയാത്തതാണ് ഇവർക്കിടയിലെ ഡിവോഴ്സിന്റെ വിജയം. ഇന്നേ വരെ മഞ്ജു ദിലീപിന് എതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ദിലീപ് ആണെങ്കിലും മഞ്ജുവിന് 100 മാർക്ക് ഇടാറുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്: 2 പേർക്കും പരസ്പരം പിടിക്കപ്പെട്ട സ്വകാര്യതയുണ്ട്. അത് മാനിച്ച് മുൻപോട്ട് പോകുന്നു എന്നാണ് ചിലർ കമന്റുകളായി കുറിക്കുന്നത്.